മെറ്റാഡ്സിന്റെ നെക്സ്റ്റ് ഒരു ലെസണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞാൽ മെറ്റാഡ്സിന്റെ ഒരു സാധ്യതകളും എത്രത്തോളം നമുക്ക് വൈഡായിട്ട് ചെയ്യാൻ പറ്റും, എത്രത്തോളം വൈഡായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്യാമ്പയിൻ എങ്ങനെ പ്ലാൻ ചെയ്യുക, അതിലോട്ട് എങ്ങനെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക, പിന്നെ അതുപോലെ അത് എങ്ങനെ റിസൾട്ടിലോട്ട് എത്തിക്കുക, പിന്നെ അതുപോലെ നമ്മളൊരു ആഡ് അക്കൗണ്ട് ബ്ലോക്ക് ആവാതെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ നമ്മളൊരു കോമ്പറ്റീറ്ററിന്റെ ആഡ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ് ക്യാമ്പയിൻ പ്ലാനിങ് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ്, അതായത് ലീഡ് കാര്യങ്ങളൊക്കെ എടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസിങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു ക്യാമ്പയിൻ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനും വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ആദ്യം നമ്മൾ വേണ്ടത് നമ്മളെ ഓഡിയൻസ്, ടാർഗറ്റ് ഓഡിയൻസ് ആരാന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് നമ്മളെ പരസ്യം ആരിലോട്ടാണ് എത്തിക്കേണ്ടതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ അതേപോലെ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ക്യാമ്പയിന് ചൂസ് ചെയ്യാം. അതായത് ഇതിൽ തന്നെ പല ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്യാം. അതായത് ഇതിൽ തന്നെ പല ഒബ്ജക്റ്റീവ് ഉണ്ട്. വാട്സപ്പിൽ ലീഡായിട്ട് വരുന്നത്, അതേപോലെ ലീഡ്സ് ആയിട്ട് ലീഡ് ഫോം വെച്ചിട്ട് എടുക്കുന്നത്, വെബ്സൈറ്റ് ത്രൂ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യാം. ഏത് ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് നമുക്ക് ആഡ് പിന്നെ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അതുപോലത്തെ നമ്മൾ റീസണേറ്റ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ കറക്റ്റ് ആ ഓഡിയൻസിന് മാച്ച് ആയിട്ടുള്ള കോണ്ടന്റുകൾ, ആ ഒരു കോണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഓഡിയൻസ് വരുന്ന രൂപത്തിൽ നമ്മൾ കോണ്ടന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ടുള്ള പറഞ്ഞാല് നമ്മൾ ഇതുവരെ ചെയ്ത ആ ഒരു ക്യാമ്പയിനൊക്കെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യുക. അതായത് അതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ പ്ലാനിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് എങ്ങനെയൊക്കെയാണ് ഒരു അതിന്റെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ ആഡ് റൺ ചെയ്യുന്നവരും ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഉള്ള നല്ല ക്യാമ്പയിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ്. അത് എത്രത്തോളം നമുക്ക് റിസൾട്ട് തരുന്നുണ്ട് അത്രയും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്, സ്റ്റോപ്പ് ചെയ്യാതെ. അപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ് ഓണർക്ക് വേണ്ടത് ഒരു 30 സെയിൽസ് ആണ് പെർ മന്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആവറേജ് സെയിൽ എന്ന് പറയുന്നത് 10 ലീഡ്സ് വന്നു കഴിഞ്ഞാലാണ് അതിൽ നിന്ന് നമുക്കൊരു സെയിൽസ് കിട്ടുക. അപ്പോൾ 10% ശരിക്കും ഫേസ്ബുക്ക് പറയുന്ന ഒരു കൺവേർഷൻ റേറ്റ്. അപ്പോൾ നമുക്ക് 100 എൻക്വയറി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 10 കൺവേർഷൻ ആണ് നമുക്ക് നടക്കുക. അപ്പോൾ നമ്മളെ എസ്റ്റിമേറ്റഡ് ഒരു കോസ്റ്റ് പെർ ലീഡ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ആ ഒരു എൻക്വയറിക്ക് പറയുന്നതാണ് ഒരു കോസ്റ്റ് പെർ ലീഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ മുമ്പ് ആഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും എത്രയാണ് ലീഡ് പെർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതെല്ലാം പുതിയതായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം റൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ലീഡ് പെർ കോസ്റ്റ് എത്രയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഒരു 25 പറയുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് 25 ലീഡ് വെച്ചിട്ട് ഏകദേശം 300 ലീഡ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു എസ്റ്റിമേറ്റ് കോസ്റ്റ് പെർ ലീഡ് എന്ന് പറഞ്ഞത് 25 അപ്പോൾ 25 ഇൻറ്റു 300 എന്ന് പറയുമ്പോൾ നമുക്കൊരു ടോട്ടൽ നമ്മൾ മന്ത്ലിയാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 7500 വരുന്നത്. അപ്പോൾ ഈ ഒരു 300 ലീഡിൽ നിന്ന് നമുക്ക് 30 സെയിലാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ 300 ലീഡ് വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ കൺവേർഷൻ 10% എന്ന് പറയുന്നത് 30 ലീഡാണ്. നമ്മളെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 300 ഇൻറ്റു 25 7500 നമ്മളെ മന്ത്ലി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു മന്ത്ലി ഇതിനു വേണ്ടിയിട്ട്, അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് അല്ലെങ്കിൽ മെറ്റാഡ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു 10% മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഒരു ക്യാമ്പയിന് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, അതിൻ്റെ ഒരു ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ കോണ്ടന്റ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാനുള്ളത്.
അപ്പോൾ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ കോമ്പറ്റീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യാം. അത് നമുക്ക് മെറ്റാഡ്സിൻ്റെ തന്നെ ലൈബ്രറി ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് ചെയ്യാൻ പറ്റും അവരെന്തൊക്കെ ആഡാണ് ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മൾ ലിവറേജ് സീസണൽ ആയിട്ടുള്ള ട്രെൻഡ്, ഈ ഫെസ്റ്റിവൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടന്റ് കാര്യങ്ങൾ ഉണ്ടാക്കാം. പിന്നെ അതുപോലെ നമ്മൾ മെട്രിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. CTRും പിന്നെ CPL ഒക്കെ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ബഡ്ജറ്റിൽ നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തുക. അതായത് നമ്മൾ ആ ഒരു പിന്നെ ക്യാമ്പയിൻ്റെ പിന്നെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ബഡ്ജറ്റിൽ വേരിയേഷൻസ് ഒക്കെ വരുത്തുക, കൂട്ടും കുറവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മളെ അക്കൗണ്ട് ബ്ലോക്ക് ആവാതെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു പ്രൊഫൈൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫേക്ക് ആയിട്ടൊന്നും അല്ലാതെ നമ്മളെ ഐഡിയിൽ തന്നെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വേറൊരു അക്കൗണ്ടിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിതിൽ വെരിഫിക്കേഷന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പർ അക്കൗണ്ട് ആണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ പോസ്റ്റർ അല്ലെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെറ്റൻ്റെ കുറച്ച് അഡ്വർടൈസിങ് പോളിസീസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതൊക്കെ അതിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. ഇതൊക്കെ നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് അക്കൗണ്ട് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാം. പിന്നെ ബിസിനസ് അക്കൗണ്ട് ആണെങ്കിലും സെൽഫ് അക്കൗണ്ട് ആണെങ്കിലും നമുക്ക് വെരിഫൈ ചെയ്യാം. അതായത് ബിസിനസ് ആണെങ്കിൽ നമ്മൾ ബിസിനസിൻ്റെ ഡോക്യുമെൻ്റ് വെച്ചിട്ട് അത് വെരിഫൈ ചെയ്യാം. സെൽഫ് ആണെങ്കിൽ നമുക്ക് സെൽഫായിട്ടുള്ള കുറേ നമ്മളെ ID പ്രൂഫുകളുണ്ട്, അതൊക്കെ വെച്ചിട്ട് വെരിഫൈ ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ മാക്സിമം ഒരു 1 year ഒക്കെ പഴക്കമുള്ള അക്കൗണ്ട് യൂസ് ചെയ്യാൻ നോക്കുക. പേഴ്സണലായിട്ടാണെങ്കിലും ഉള്ളതാണെങ്കിലും ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റും. അത് തന്നെ ട്രസ്റ്റ് ആയിട്ടുള്ള, അതായത് നല്ല ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള അക്കൗണ്ട് ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ നമ്മൾ ക്രിയേറ്റീവ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, അതായത് പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. അതായത് ഹെൽത്ത്, ഫിനാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അത് മാർക്കറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ആ ഒരു രീതിയിൽ കോണ്ടൻസ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ചെയ്യാം. പിന്നെ അതേപോലെ ഫേസ്ബുക്കിൻ്റെ തന്നെ 2 സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ ഉണ്ട്, അതൊന്ന് ചെയ്യാം. അതൊന്ന് ചെയ്യുന്നത് വെച്ചാൽ നമ്മളത് തന്നെയാണ് അക്കൗണ്ട് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത് നമുക്ക് ഈ കോമ്പറ്റീറ്ററിൻ്റെ ആഡ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ആഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഗൂഗിളിൽ ഫേസ്ബുക്ക് ആഡ് ലൈബ്രറി, ഫേസ്ബുക്ക് ലൈബ്രറി എന്ന് അടിച്ചാൽ മതി. ആഡ് ലൈബ്രറി എന്നുള്ള ആ ഒരു ഇത് എടുക്കുക നമ്മൾ. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരിക. ഇവിടെ നമുക്ക് ആഡ് കാറ്റഗറി ഉണ്ട്, അവിടെ എന്ത് ചെയ്യാം, ഓൾ ആഡ്സ് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യണം. നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് നമ്മൾ ആദ്യം എന്ത് വേണമെന്ന് വെച്ചാൽ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, ഒരു 2-3 കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ എടുക്കുക നമ്മൾ. എന്നിട്ട് അവരെ ഫേസ്ബുക്ക് പേജ് ഉണ്ടാവും, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളൊന്ന് സെർച്ച്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഒരു ടീഷർട്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ആഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥാപനങ്ങളാണ് ഇവിടെ, ക്ലോത്തിങ് ബ്രാൻഡുകൾ. ഞാൻ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്ന് ഓപ്പൺ ചെയ്യണം. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് എറ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവരിപ്പോൾ നിലവിൽ ആഡ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ആഡ്സുകളാണ് ഇവിടെ കാണിക്കുന്നത്, ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്തുള്ള നമുക്ക് ഡേറ്റ് കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ അവർ ഏതൊക്കെ രീതിയിലുള്ള ആഡുകൾ ചെയ്യുന്നുണ്ടുള്ളതൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഇത്രയും ആഡുകൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയെന്നുള്ളത് എന്ത് ചെയ്യാം, നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവർ ഏതൊക്കെ രീതിയിലുള്ള ആഡ്സ് ആണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കൊരു നല്ല റിസൾട്ട് കാര്യങ്ങൾ എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.
താങ്ക് യു.